ഹർഷവർദ്ധൻ ബി.ജെ.പി വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിന് പിന്നാലെയാണ് തീരുമാനം. രാഷ്ട്രീയം മതിയാക്കുന്നുവെന്നും പ്രതികരണമുണ്ട്. ദില്ലി ചാന്ദ്നി ചൌക്കിൽ നിന്നുള്ള സിറ്റിംഗ് എംപിയാണ് ജിൽബി. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ജിൽബി, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല, നിരവധി തവണ പാർലമെന്ററി രംഗത്ത് വലിയ തോതിലുള്ള ദീർഘനാളത്തെ പരിചയമുള്ള ഒരു വ്യക്തിക്ക് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പാർട്ടി വിടുന്നു എന്ന വാർത്ത ബി.ജെ.പി കേന്ദ്രങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? കാവ്യ, ഇപ്പോൾ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവാണ് ഇത്തരത്തിൽ പാർട്ടി വിടുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയം മതിയാക്കുന്നുവെന്ന് എക്സിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. അതായത് സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, കാരണം കൂടുതലും പുതുമുഖങ്ങളെ പരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി നടത്തിയിരിക്കുന്നത്. സിറ്റിംഗ് എംപിമാർക്ക് ഇത്തരത്തിൽ സീറ്റ് നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ വേണം ഇത്തരത്തിൽ സീറ്റ് ലഭിക്കാത്തതിന് പിന്നാലെ താൻ ബി.ജെ.പി വിടുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയം മതിയാക്കുന്നുവെന്ന് മുതിർന്ന നേതാവായ ഹർഷവർദ്ധൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴും ഏറ്റവും വലിയ മാറ്റം ദില്ലിയിൽ തന്നെയാണ് ഉണ്ടായത്. കാരണം ദില്ലിയിലെ ചാന്ദ്നി ചൌക്കിൽ സിറ്റിംഗ് എംപിയാണ് ഇത്തരത്തിൽ ഹർഷവർദ്ധൻ. എന്നാൽ ഈ ചാന്ദ്നി ചൌക്കില് പ്രവീൺ ഖണ്ഡേൽവാളയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ബി.ജെ.പി എന്തായാലും നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നേരത്തെ തന്നെ, അതായത് 33 വർഷത്തെ ഒരു രാഷ്ട്രീയ ജീവിതം തനിക്കുണ്ടെന്നും അതുപോലെ തന്നെ 5 തവണ MLA, 2 തവണ MP ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ എക്സ്പോസ്റ്റിലൂടെ ഇപ്പോൾ ഹർഷവർദ്ധൻ അറിയിച്ചിട്ടുണ്ട്. മുൻ ആരോഗ്യമന്ത്രിയാണ്, അതായത് മോദി സർക്കാർ അധികാരമേറ്റ സമയത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ, അതായത് കോവിഡ് തുടങ്ങിയ സമയത്തൊക്കെ ആരോഗ്യമന്ത്രിയായിരുന്നത് ഹർഷവർദ്ധനായിരുന്നു. അതിനുശേഷമായിരുന്നു ഹർഷവർദ്ധനെ മാറ്റുകയും മൻസുഖ് മാണ്ഡവ്യയെ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയായി ഇത്തരത്തിൽ നിയമിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഹർഷവർദ്ധൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയം മതിയാക്കി അല്ലെങ്കിൽ ബി.ജെ.പി വിട്ടു പോകുന്നു. ഡോക്ടർ എന്ന നിലയിൽ തന്റെ മേഖലയിലേക്ക് താൻ പോവുകയാണ്. അതായത് ആരോഗ്യ മേഖലയിലായിരിക്കും ഈ പ്രവർത്തനം. സ്വന്തമായിട്ടൊരു ക്ലിനിക് ഉണ്ട്, കൃഷ്ണനഗറിൽ ENT ക്ലിനിക് ഉണ്ട്. അവിടെ കൂടുതലായിട്ട് പ്രവർത്തിക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ഹർഷവർദ്ധൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സീറ്റ് ലഭിക്കാത്തതിന്റെ ഒരു പ്രതിഷേധ സൂചന അല്ലെങ്കിൽ അത്തരത്തിലാണ് ഇപ്പോൾ ഹർഷവർദ്ധൻ ഇത്തരത്തിൽ രാഷ്ട്രീയം മതിയാക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ബംഗാളിലെ അസൻസോളിലെ സ്ഥാനാർത്ഥി, അതായത് ഇന്നലെ പട്ടിക പുറത്തു വന്നപ്പോൾ അസൻസോളിൽ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിച്ചില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ഭോജ്പൂരി കലാകാരനായ പവൻ സിംഗ് ആണ് ഇത്തരത്തിൽ താൻ മത്സരിക്കാനില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരു തിരിച്ചടി എന്നോണമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ സിറ്റിംഗ് എംപിമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നു. ശരി ജിൽബി, മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ സിറ്റിംഗ് എംപിയുമായ ഹർഷവർദ്ധൻ പാർട്ടി വിട്ടിരിക്കുന്നു എന്ന ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വലിയ ഞെട്ടൽ ബി.ജെ.പി കേന്ദ്രങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ജിൽബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.